ഈ പുഴയും കടന്ന് അടുത്ത ആഴ്ചയിലെ പ്രൊമോ റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വിനീതിന് അവിടുന്ന് വരാൻ പറ്റത്തില്ലെന്ന് അറിയിക്കുകയും അപ്പം നിവിനാണെങ്കിൽ വിനീതിനെ കുറേ തല്ലിയൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം കാര്യങ്ങളൊക്കെ നിവിനും കാവേരിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കാവേരി പറയാണ്, വിനീതേട്ടന് സമ്മതമാണെങ്കിൽ ഇവിടുന്ന് പോകാൻ നമുക്കിപ്പം തന്നെ വിനീതേട്ടനെ ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് പറയാണ്. അങ്ങനെ വിനീത് സമ്മതിക്കുകയാണ്. എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ അമ്മയുടെ കണ്ണ് വെട്ടിച്ച് മാത്രമേ ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ എന്ന് വിനീത് പറയുന്നുണ്ട്. അങ്ങനെ കാവേരി ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിനീതിൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിവിൻ അവിടെ നിൽക്കുക നിവിൻ്റെ ഡ്രസ്സ് ഇട്ട് വിനീതിന് അവിടുന്ന് പുറത്തേക്ക് പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുന്നുണ്ട്. അപ്പം ആരെങ്കിലും സംശയം തോന്നി വന്ന് നോക്കിയാലും വിനീത് അവിടെ ഉണ്ടെന്നല്ലേ തോന്നത്തോളം എന്ന് കാവേരി പറയാണ്. അങ്ങനെ ആ ഒരു ഐഡിയയിലൂടെ കാവേരി അവിടുന്ന് ആദ്യം പുറത്തിറങ്ങുവാണ്. കയറ് വഴി വലിഞ്ഞു പിടിച്ചൊക്കെ കയറി പുറത്തിറങ്ങുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വിനീതും നിവിൻ്റെ ഡ്രസ്സ് ഇട്ട് പുറത്ത് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവർ നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് പോവാണ്. ഈ സമയത്ത് ഗംഗയാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ മലയുടെ മുകളിലെത്തുന്നുണ്ട്. അവിടെ നിന്നെടുത്ത് ചാടാൻ ഒരുങ്ങുവാണ്. ആ സമയത്താണ് വിനീതും അതുപോലെ കാവേരിയും അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അവരിത് കാണുന്നുണ്ട്. അവർ ഓടി വരുന്നുണ്ട്. ഗംഗയെ വന്ന് രക്ഷിക്കുന്നുണ്ട്. ഗംഗയെ ഒത്തിരി വഴക്കൊക്കെ പറയുന്നുണ്ട് കാവേരി. വിനീതാണെങ്കിൽ ഗംഗയെ രക്ഷിച്ചിട്ട് പറയുന്നുണ്ട്, എന്തേ ഗംഗ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഗംഗ പറയാണ്, മൂന്നാമതും എൻ്റെ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എൻ്റെ അനിയത്തിമാർക്ക് പിന്നെ നല്ലൊരു ജീവിതം കിട്ടുമോ? ഞാൻ വിചാരിച്ച് വിനീതേട്ടൻ ഇനി വരത്തില്ല, ഇനി എൻ്റെ വിവാഹം നടക്കത്തില്ലെന്ന്, അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കാണ്ട് തന്നെ തീരുമാനിച്ചു എന്നുള്ള കാര്യം ഗംഗ പറയുന്നുണ്ട്. അപ്പോൾ വിനീതാണെങ്കിൽ ഗംഗ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും കാവേരിയായിട്ട് നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് അമ്പലത്തിൽ ശാരദയാണെങ്കിൽ ഗംഗ കാണാതെ ആകപ്പാടെ സങ്കടപ്പെട്ട് ഭയങ്കര കരച്ചിലാണ്. എനിക്ക് എൻ്റെ മകളെ കിട്ടിയാൽ മതി, വിവാഹം ഒന്നും നടക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ നടത്തുകയാണ്. എല്ലാവരും പറയുന്നുണ്ട് ഗംഗ ആത്മഹത്യ ചെയ്ത് കാണുമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശാരദ ആകപ്പാടെ തകർന്ന അവസ്ഥയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ജയപാലും കൂടെ ചെന്ന് ശാരദയെ ഓരോന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു സങ്കടത്തിലിരിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ജയപാൽ നേരെ അവിടുന്ന് പോകുന്ന വഴിക്കാണ് വിനീതിനെയും കാവേരിയെയും കാണുന്നത്. അങ്ങനെ വിനീതാണെങ്കിൽ കൊണ്ടുവന്ന് ജയപാലിൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ട് നിർത്തുകയാണ്. ആരാന്നും പറഞ്ഞുകൊണ്ട് ജയപാൽ ചാടി ഇറങ്ങുവാണ്, ദേഷ്യം ചാടി ഇറങ്ങുവാണ്. ഈ സമയത്ത് കാവേരി കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ജയപാലുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. ജയപാലിൻ്റെ അടുത്ത് പറയാണ്, കാവേരി താമസിച്ച് വന്നാൽ സ്റ്റൈലായിട്ടേ വരുത്തുള്ളൂ, പിന്നെ നിങ്ങൾ ഈ കാണിക്കുന്ന കള്ളത്തരങ്ങളെല്ലാം ഒരു നാൾ പുറത്തു വരും, അന്ന് ഈ നാട്ടുകാരെല്ലാം നിങ്ങളെ ചതിയാന്നും വിളിച്ച് കല്ലെറിയും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നുണ്ട് കാവേരി ജയപാലനാണെങ്കിൽ ഒരു പുച്ഛ മാതിരി ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കാവേരിയും വിനീതും ഗംഗയും നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പം അമ്പലത്തിൽ എല്ലാവരും ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇവരങ്ങോട്ട് വരുന്നത്. അപ്പം നിളയാണ് കാണുന്നത്. നിള ഓടി വന്നിട്ട് ശാരദ എടുത്ത് പറയുന്നുണ്ട്, അമ്മേ ഗംഗ ചേച്ചി വന്നിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്ക് ശാരദയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഗംഗയെ കാണാനായിട്ട് ശാരദ ഓടി വരുമ്പോൾ വിനീതിനെയും ഗംഗയും അതേപോലെ കാവേരിയും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ ഓടി വന്ന് ശാരദയെ ഗംഗയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം കാവേരി പറയുന്നുണ്ട്, ഇനി പിന്നെ സംസാരിക്കാമേ, എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് പറയാണ്. അങ്ങനെ തിരുമേനി അപ്പോഴത്തേക്ക് താലിയൊക്കെ ആയിട്ട് വന്ന് അവരുടെ വിവാഹം നടക്കുകയാണ്. അപ്പം ഇതൊക്കെ ഗംഗയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് വിനീതിനെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നത്. വിനീതാണെങ്കിൽ നല്ല വിഷമമുണ്ടെങ്കിലും അമ്മയും സഹോദരിയൊന്നും വന്നില്ലെങ്കിൽ നല്ല വിഷമമുണ്ടെങ്കിലും വിനീതും ഗംഗയെ വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ ഗംഗയുടെയും വിനീതിൻ്റെയും വിവാഹം നന്നായിട്ട് നടക്കുകയാണ്. ഈ സമയത്ത് സുലോചനയും സഹോദരിയും മനസ്സിലാക്കുന്നുണ്ട് മുറിക്കകത്തിരിക്കുന്നത് വിനീതല്ല നിവിനാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ വിവാഹം എല്ലാം നടന്നു കഴിഞ്ഞ് അങ്ങനെ സുലോചനയും സഹോദരിയും കൂടെ നേരെ അമ്പലത്തിലേക്ക് വരികയാണ്. ഇവർ അമ്പലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വിനീത് ഇവിടെ ഗംഗയെ വിവാഹവും കഴിച്ച് താലിയും കെട്ടി മാലയൊക്കെ കൈമാറി അവർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവർ വരുന്നത്. ഇവർ കാണുമ്പോഴത്തേക്ക് വിനീത് ഒന്ന് ഞെട്ടുന്നുണ്ട്, അതുപോലെ ഗംഗയും ഞെട്ടുന്നുണ്ട്. അപ്പം വിനീത് പെട്ടെന്ന് ഗംഗയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അടുത്തേക്ക് വരികയാണ് സുലോചനയും മോളും കൂടെ വിനീതിൻ്റെ അടുത്തേക്ക് വരികയാണ്. വിനീതാണെങ്കിൽ ഗംഗ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തുകയാണ്. ഗംഗയ്ക്ക് ചെറിയ ഭയമൊക്കെ ഉണ്ട്, എന്നാലും ഗംഗയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തിയേക്കാണ് വിനീത്. ഇതൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ പ്രൊമോ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.